ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എം കോഡിംഗ്. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റിയാക്ട് ട്യൂട്ടോറിയൽ ആണ്. സോ ഇന്നത്തെ സെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് HTTP റിക്വസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് API എങ്ങനെ നമുക്ക് റിയാക്ട് പ്രോജക്റ്റിൽ ഇംപ്ലിമെന്റ് ചെയ്യാവുന്നതാണ് നമ്മൾ ഇന്നത്തെ സെക്ഷനിൽ നോക്കുന്നത്. സോ ഈ സെക്ഷൻ കുറച്ചുകൂടി ലെങ്തി ആയിരിക്കും. അപ്പോൾ ഇതിനകത്ത് കുറച്ചുകൂടി പറയാനുണ്ട്, ഇതിനകത്ത് കുറെ കാര്യങ്ങൾ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ യൂസ് എഫക്റ്റ് അതുപോലെ തന്നെ യൂസ് മെമ്മോന്റെ സെയിം പ്രോജക്റ്റ് ആണ് നമ്മൾ ഇതിനകത്തും ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബാക്ക് എൻഡ് എന്ന് പറഞ്ഞ ഒരു ഫോൾഡർ ഇവിടെ ഉണ്ട്. ഓക്കെ, ബാക്ക് എൻഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ വിളിക്കാൻ പോകുന്നത് API റിക്വസ്റ്റിൽ വഴിയായിരിക്കും. അതായത് API വഴി നമുക്ക് പ്ലേസസ് എടുക്കാനും അതുപോലെ തന്നെ പ്ലേസസ് അപ്ഡേറ്റ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും എല്ലാം നമ്മൾ ബാക്ക് എൻഡ് വഴിയായിരിക്കും ചെയ്യുന്നത്. സോ കഴിഞ്ഞ വീഡിയോയിൽ കൂടുതൽ നമ്മൾ ചെയ്ത ലോക്കൽ സ്റ്റോറേജ് വഴിയാണ് സെറ്റ് ചെയ്യുന്നത്. നമ്മൾ പ്ലേസസും അതുപോലെ തന്നെ നമ്മുടെ അവൈലബിൾ പ്ലേസസ് കാണിക്കാനുള്ളത് എല്ലാം നമ്മൾ ഫയൽ റീഡ് ചെയ്ത രീതിയിലാണ് എഴുതുന്നത്. ഇനി അത് മാറ്റിയിട്ട് നമ്മൾ ബാക്ക് എൻഡ് വഴിയായിരിക്കും വിളിക്കുന്നത്. സോ നിങ്ങൾ ഈ പ്രോജക്റ്റിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. സോ നിങ്ങൾ ഇത് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ 2 നോഡ് മോഡ്യൂൾസ് ഇൻസ്റ്റാൾ ചെയ്യണം. ഒന്ന് ബാക്ക് എൻഡ് ഫോൾഡറിനകത്ത് കയറിയിട്ട് നോഡ് മോഡ്യൂൾസ് ഇൻസ്റ്റാൾ ചെയ്യണം. രണ്ടാമത്തത് ഇതിന്റെ വെളിയിൽ, അതായത് ഇത് റിയാക്ട് പ്രോജക്റ്റ് ആണ്, അതിലും ഒരു നോഡ് മോഡ്യൂൾസ് ഇൻസ്റ്റാൾ ചെയ്യണം. സോ 2 നോഡ് മോഡ്യൂൾസ് ആണ് വേണ്ടത്. ഈ ബാക്ക് എൻഡിനകത്ത് എഴുതിയിരിക്കുന്നത് നമ്മുടെ നോഡ് ജേസ് വഴിയാണ് എഴുതിയിരിക്കുന്നത്. സോ നോഡ് ജേസിന്റെ ട്യൂട്ടോറിയൽ ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ജസ്റ്റ് ഒരു കോഡ് മാത്രം ഞാൻ കാണിക്കത്തുള്ളൂ. app.js ആണ് ഇതിന്റെ കോർ JS. ഇതുവഴിയായിരിക്കും നമ്മൾ ഈ സെർവർ റൺ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ കുറെ APIയുടെ എൻഡ് പോയിന്റ്സ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. /places, /user places എന്ന് പറഞ്ഞ് നമ്മൾ APIയുടെ എൻഡ് പോയിന്റ്സ് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ആ കോഡ് ഒന്ന് നോക്കുക. പിന്നെ നമ്മൾ ഇവിടെ app.listenൽ ഇവിടെ 3000 എന്ന് പറഞ്ഞാണ് പോർട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് പോർട്ട് വേണമെങ്കിലും കൊടുക്കാം, കുഴപ്പമില്ല. അപ്പൊ ഇവിടെ ഞാൻ ഈ ബാക്ക് എൻഡ് ആദ്യം നമുക്ക് റൺ ചെയ്യാം. ഓക്കെ, സോ ബാക്ക് എൻഡ് റൺ ചെയ്യാനായിട്ട് ഞാനിവിടെ സ്പ്ലിറ്റ് ടെർമിനൽ എടുത്തിട്ട് ഞാനിവിടെ ബാക്ക് എൻഡ് ഫോൾഡറിലേക്ക് പോകും. ഈ ബാക്ക് എൻഡ് ഫോൾഡറിനകത്ത് ഞാനിവിടെ ഈ ബാക്ക് എൻഡ് ആപ്ലിക്കേഷൻ നമ്മൾ റൺ ചെയ്യണമെങ്കിൽ നമ്മളിവിടെ നോഡ് സ്പേസ് app.js കൊടുക്കണം. കാരണം ഇത് app.js ആണ് ഇതിന്റെ മെയിൻ ബാക്ക് എൻഡ് ഫയല്. സോ app.js കൊടുത്തിട്ട് നമ്മൾ എൻ്റർ ചെയ്യാം. എൻ്റർ ചെയ്തതിന് ശേഷം നമുക്കിത് റൺ ആവുന്നുണ്ടോ ഇല്ലേന്ന് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ പോസ്റ്റ്മാൻ വഴി ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഫയർഫോക്സിനകത്ത് നോക്കാം. ഇപ്പൊ ഞാനിവിടെ ലോക്കൽ ഹോസ്റ്റ് നമ്മുടെ പോർട്ട് എന്ന് പറയുന്നത് 3000 ആണ്. 3000 വന്നപ്പോൾ നമ്മൾ നോർമൽ ലിങ്കിനകത്ത് 404 നോട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞാണ് വന്നിരിക്കുന്നത്. അതായത് ഈ ഒരു ആപ്ലിക്കേഷൻ ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമുക്കിനി എൻഡ് പോയിന്റ് വെച്ചിട്ട് നോക്കാം. സോ എൻഡ് പോയിന്റ് നമുക്ക് ഗെറ്റ് ചെയ്യാം, പ്ലേസസ് ആണ് നമുക്ക് വേണ്ടത്. നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഡേറ്റ കിട്ടിയിട്ട്, ഓക്കെ, ഇതാണ് നമുക്ക് അവൈലബിൾ പ്ലേസസിനകത്ത് കാണിക്കേണ്ടത്. അതായത് താഴത്തെ പ്ലേസസ് ഉണ്ടല്ലോ, അത് കാണിക്കാൻ വേണ്ടി നമുക്ക് ഈ ഒരു API വേണം. പ്രിന്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ ഒരു അറേ ഒബ്ജക്റ്റ് ആണ് നമുക്ക് വേണ്ടത്, അതായത് ലിസ്റ്റ് ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ /പ്ലേസസിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു സിമ്പിൾ കോഡാണ്. അതായത് നമുക്കിവിടെ ഒരു ഡേറ്റ എന്ന് പറഞ്ഞ ഫോൾഡറിന്റെ അകത്ത് ഒരു places.json ഉണ്ട്. ഈ JSON ഫയലാണ് നമ്മൾ റീഡ് ചെയ്ത് നമുക്ക് ഫ്രണ്ട് എൻഡിനകത്ത് റിട്രീവ് ചെയ്ത് എടുക്കുന്നത്, അതായത് ഫെച്ച് ചെയ്യേണ്ടത്. ഓക്കെ, യൂസർ places.json ഫയലിനകത്താണ് നമ്മൾ പ്ലേസസ് അപ്ഡേറ്റ് ചെയ്യുന്നതും ഡിലീറ്റ് ചെയ്തെല്ലാം ഈ ഫയലിനകത്തായിരിക്കും. ഇതിനകത്ത് ഡേറ്റാബേസ് ഒന്നുമില്ല, ജസ്റ്റ് ഒരു ഫയലിനകത്തോട്ട് റീഡ് ചെയ്യുക, റൈറ്റ് ചെയ്യുക, ഇത്രയേ ഉള്ളൂ. ഓക്കെ, ജസ്റ്റ് ഒരു സാമ്പിൾ ബാക്ക് എൻഡ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബാക്ക് എൻഡിന്റെ സെക്ഷനിൽ. ഇനി അടുത്ത നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫ്രണ്ട് എൻഡിനകത്തോട്ട് പോകാം. സോ ഫ്രണ്ട് എൻഡിൽ പോകുമ്പോൾ ഇതാണ് എൻ്റെ ഒരു ടെർമിനൽ. ഇവിടെ ഞാൻ npm run dev അടിച്ചു നോക്കാം. നമുക്കിത് റൺ ചെയ്തിട്ട് നമുക്കിത് റിഫ്രഷ് ചെയ്ത് നോക്കാം. റിഫ്രഷ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് വേണ്ടത് ആദ്യം അവൈലബിൾ പ്ലേസസ് ആണ് വേണ്ടത്. ഇവിടെ നോ പ്ലേസസ് അവൈലബിൾ ആണ് കാണിക്കുന്നത്. സോ ഇവിടെ നമുക്ക് റിട്രീവ് ചെയ്ത് എടുക്കണം. അതായത് API വിളിച്ച് നമുക്ക് ഈ പ്ലേസസിനകത്തോട്ട് സെറ്റ് ചെയ്യണം.
അത് ബൈൻഡ് ചെയ്യണം. ഓക്കെ. അപ്പൊ അതിനുവേണ്ടി നമ്മളിവിടെ ഒരു API എഴുതുക. അപ്പൊ അതെങ്ങനെ എഴുതുമെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ജാവാസ്ക്രിപ്റ്റിന്റെ ഒരു API ഉണ്ട്, ഫെച്ച് എന്ന് പറഞ്ഞൊരു API. ഓക്കെ. അപ്പൊ ഫെച്ച് എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഫെച്ച് ബ്രാക്കറ്റിനകത്ത്, ഈ ബ്രാക്കറ്റിനകത്ത് നമ്മൾ നമ്മുടെ URL ആയിരിക്കും പാസ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ഡോട്ട് ദെൻ കഴിഞ്ഞിട്ട് ഇതിനകത്ത് നമുക്കൊരു റിസൾട്ട് കിട്ടും. ആ റിസൾട്ട് ഒരു ടെക്സ്റ്റ് ഫോർമാറ്റ് ആണോ JSON ഫോർമാറ്റിലാണോ എന്ന്. അത് നമ്മൾ ഡോട്ട് ദെൻ എന്ന് പറഞ്ഞത് നമ്മുടെ ഒറിജിനൽ ഡേറ്റ, അതായത് നമുക്ക് കിട്ടുന്നത് ലിസ്റ്റ് ആയിട്ടായിരിക്കും. ആ ലിസ്റ്റ് ആണ് നമുക്കിവിടെ ഡോട്ട് ദെന്നിനകത്ത് വരുന്നത്, ഇതിനകത്ത്. സോ ഫെച്ചിനകത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ലിങ്ക് ആഡ് ചെയ്യാം. സോ ഈ ഒരു ലിങ്ക് ആണ് വേണ്ടത്, അതായത് സ്ലാഷ് പ്ലേസസ്, നമുക്ക് പ്ലേസസ് ആണ് വേണ്ടത്. ഞാനിവിടെ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ ഞാനിവിടെ ഇതാണ് ഫെച്ചിനകത്ത് നമ്മൾ ഒരു റിക്വസ്റ്റ്, നമ്മൾ ഏത് URL ആണോ റിക്വസ്റ്റ് ചെയ്യുന്നത് അത് നമ്മളിവിടെ സ്പെസിഫൈ ആയിട്ടുണ്ട്. ഇനി അടുത്ത ഡോട്ട് ദെന്നിനകത്ത് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ റിസൾട്ടിനെ പിടിച്ച് റിസൾട്ട് RES ഡോട്ട് ഏത് ടൈപ്പുള്ള ഫോർമാറ്റ് ആണ്, അതായത് നമുക്ക് കിട്ടുന്ന റെസ്പോൺസ് ഏത് ടൈപ്പ് ഉള്ളത്, സ്ട്രിങ് ആണോ അതോ ഒബ്ജക്റ്റ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. അടുത്തത് നമ്മൾ ഡോട്ട് ദെന്നിനകത്ത് നമ്മുടെ ഒറിജിനൽ വാല്യൂ റെസ്പോൺസ് റെസ്പോൺസ് എന്ന് കൊടുക്കാം ഫുള്ള്. ഇവിടെ നമ്മൾ റെസ്പോൺസ് ഡോട്ട്, ഇവിടെ നമുക്ക് ഈ ഒരു API ഈ ഒരു എൻഡ് പോയിന്റിൽ വിളിക്കുന്നത് നമ്മൾ നോക്കാം. നമുക്ക് ബാക്ക് എൻഡിനകത്തോട്ട് പോയിട്ട് നമുക്ക് ഈ സ്ലാഷ് പ്ലേസസ് ആണ്, ഇതാണ് നമ്മുടെ എൻഡ് പോയിന്റ്, ഇതാണ് നമ്മൾ വിളിക്കുന്നത്. ഇതിൽ കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഫോർവേഡ്, അതായത് JSON ആയിട്ടാണ് തരുന്നത്. പ്ലേസസ്, ഈ പ്ലേസ് ഡേറ്റ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു അറേ ഒബ്ജക്റ്റ് ആണ്, അതായത് ഒരു ലിസ്റ്റ് ആയിട്ടാണ് വരുന്നത്. സോ റെസ്പോൺസ് നമുക്ക് കിട്ടുന്ന ഒരു JSON ആയിട്ടാണ് വരുന്നത്. റെസ്പോൺസ് ഡോട്ട് പ്ലേസസ് ആണ് നമുക്ക് ഈ വാല്യൂ കിട്ടുന്നത്. അപ്പൊ ഇവിടെ ഡോട്ട് പ്ലേസസ്, അതായത് ഈ ഡോട്ട് പ്ലേസസ് എന്ന് പറയുന്നത് ഇതാണ്, ഇതിന്റെ കീ ആണ്. സോ ഈ കീ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ വാല്യൂ കിട്ടും. ഓക്കെ, റെസ്പോൺസ് ഡോട്ട് പ്ലേസസ്. പക്ഷെ ഇവിടെ നമ്മൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് റിയാക്ടിനകത്ത് എങ്ങനെ നമുക്ക് ഈ ഡേറ്റ ഇതിനകത്തോട്ട് കൊണ്ടുവരാമെന്നാണ്. അതായത് ഇവിടെ പ്ലേസസ് ഇവിടെ empty array ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇത് മാറ്റിയിട്ട് എനിക്ക് APIയിൽ വിളിക്കുന്ന ഡേറ്റ, ആ കിട്ടുന്ന ഡേറ്റ ആണ് എനിക്ക് ഇവിടെ ബൈൻഡ് ചെയ്യേണ്ടത്. സോ ഇവിടെ ഞാൻ എങ്ങനെ ബൈൻഡ് ചെയ്യുന്ന പറഞ്ഞാൽ ഞാൻ ഇവിടെ യൂസ് സ്റ്റേറ്റ് യൂസ് ചെയ്യും. ഓക്കെ, യൂസ് സ്റ്റേറ്റ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. കോൺസ്റ്റ് OBJ പ്ലേസസ് സെറ്റ് OBJ പ്ലേസ്. എന്നിട്ട് നമ്മളിവിടെ യൂസ് സ്റ്റേറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. യൂസ് സ്റ്റേറ്റ്, അപ്പൊ നമുക്ക് ഡീഫോൾട്ട് ഇവിടെ ഒരു empty array ആയിട്ട് കൊടുക്കാം. ഓക്കെ, ഈ OBJ പ്ലേസസിന്റെ ഡീഫോൾട്ട് വാല്യൂ എന്ന് പറയുന്നത് empty array. ഇനി ഈ സെറ്റ് OBJ പ്ലേസസ് എന്താ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ ഇതിനെ പിടിച്ച് നമ്മളിവിടെ ഫംഗ്ഷനകത്തോട്ട് ഇവിടെ വെച്ചിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, പക്ഷെ ഇങ്ങനെ എഴുതി കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നമുണ്ട്. അതെന്താന്ന് പറഞ്ഞാൽ നമ്മളിത് ഫെച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഈ ഒരു API വിളിക്കുമ്പോൾ ഇവിടെ നമ്മളൊരു സ്റ്റേറ്റ് നമ്മൾ വിളിക്കുന്നുണ്ട്, സെറ്റ് OBJ പ്ലേസസ്. സോ ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റേറ്റ് അപ്ഡേറ്റ് ആവും. സ്റ്റേറ്റ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്ന, ഈ ഒരു കോമ്പോണന്റ് പിന്നെയും റെൻഡർ ചെയ്യും. പിന്നെ റെൻഡർ ചെയ്യുമ്പോൾ പിന്നെയും ഈ API വിളിക്കും. ഈ API വിളിക്കുമ്പോൾ ഒന്നും കൂടെ ഇതിനകത്ത് സ്റ്റേറ്റ് അപ്ഡേറ്റ് ചെയ്യും. സ്റ്റേറ്റ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ പിന്നെയും ഈ കോമ്പോണന്റ് വിളിക്കും. അതായത് ഒരു ഇൻഫിനിറ്റ് ലൂപ്പ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുന്നത്. സോ അങ്ങനെ ഒഴിവാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മളിവിടെ യൂസ് എഫക്റ്റ് നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, യൂസ് എഫക്റ്റിനകത്ത് ഫസ്റ്റ് പാരാമീറ്റർ എന്ന് പറയുന്നത് ഫംഗ്ഷൻ ആണ്. അത് പിടിച്ചിട്ട് നമ്മളിവിടെ ഫിക്സ് ചെയ്യുക. ഓക്കെ,
എന്നിട്ട് ഇവിടെ കോമ ഒരു empty array ആയിട്ട് കൊടുക്കുക. അപ്പൊ ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ അറ്റ് എ ടൈമിൽ മാത്രമേ വരത്തുള്ളൂ, അല്ലെങ്കിൽ 2 പ്രാവശ്യം മാത്രമേ വിളിക്കത്തുള്ളൂ. അതിൽ കൂടുതലൊന്നും വിളിക്കില്ല, കാരണം നമ്മളിവിടെ എഫക്റ്റ് ഡിപ്പെൻഡൻസി empty ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ ഇവിടെ ഇൻഫിനിറ്റ് ലൂപ്പ് ഉണ്ടാവത്തില്ല. ഓക്കെ, ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തതിനു ശേഷം നമ്മളിവിടെ എന്ത് ചെയ്യും, നമ്മൾ ഈ OBJ പ്ലേസസ് ഈ സ്റ്റേറ്റ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഇത് അങ്ങ് അപ്ഡേറ്റ് ആവും, ഈ ഫസ്റ്റ് വാല്യൂ അപ്ഡേറ്റ് ആവും. ഈ empty array മാറ്റിയിട്ട് നമ്മൾ OBJ പ്ലേസസ് കൊടുക്കും. എന്നിട്ട് ഈ പ്ലേസസ് എന്ന് കോമ്പോണന്റിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ടൈറ്റിൽ പ്ലേസസ് ഉണ്ട്. ഈ പ്ലേസസിനെ പിടിച്ചിട്ടായിരിക്കും നമ്മളിവിടെ ഇവിടെ ബൈൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മളിവിടെ സേവ് ചെയ്ത് കഴിയുമ്പോൾ വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മളിവിടെ നോക്കുമ്പോൾ നമുക്കിവിടെ API കിട്ടുന്നുണ്ട്. ഓക്കെ, ലോഗ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ array 18 ഉണ്ട്, ഈ 18 പ്ലേസസ് ഉണ്ട്. സോ ഈ 18 പ്ലേസസ് എല്ലാം നമുക്കിവിടെ സെറ്റ് ആയി. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ഫെച്ച് ചെയ്യുന്നത്. അതായത് നമുക്ക് APIയിൽ വിളിച്ച് നമുക്ക് പ്ലേസസ് റിട്രീവ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു എൻ പോയിന്റ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് എടുത്തിട്ട് എന്ത് ചെയ്യും, അതിലുള്ള റിസൾട്ട് എടുത്ത് നമ്മളിവിടെ ഡേറ്റയിലോട്ട് ബൈൻഡ് ചെയ്ത് വെക്കും. സോ ഇതാണ് ഫസ്റ്റ് സെക്ഷൻ, നമ്മൾ എങ്ങനെയാണ് API വഴി നമ്മൾ ഫെച്ച് ചെയ്യുന്നത്. ഓക്കെ, സോ ഇനി അടുത്തത് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനെ പിടിച്ച് നമ്മൾ ഓരോ ക്ലിക്ക് ചെയ്യുന്ന അനുസരിച്ച് ഇതിനെ പിടിച്ച് APIയിലോട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. അത് നമ്മൾ അടുത്ത സെക്ഷനിൽ ചെയ്യാം. സോ ഇതിനകത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിനകത്ത് ഇടുക. ഓക്കെ, സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.